എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തുന്ന LDC പരീക്ഷയ്ക്കായിട്ട് നമ്മൾ തുറക്കും കുറിച്ച് LDC റിവിഷൻ സീരീസിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെടുത്തി SCR ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ഒരു ചാപ്റ്ററുമാണെന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ ക്രമം ഏതാണ് എന്നാണ് ചോദ്യം. 1915 റൗലറ്റ് ആക്ട് എന്ന് ഒന്നാമത് കൊടുത്തിരിക്കുന്നു. ദണ്ഡി മാർച്ച് 1930 എന്ന് കൊടുത്തു. സൈമൺ കമ്മീഷൻ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് തെറ്റാണ്, 1919 എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ അത് തെറ്റ്, ബാക്കിയെല്ലാം ശരി. 2, 3, 4 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ SCRT ചാപ്റ്ററിലേക്ക് പോവാം. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് വരാം. SCRTയിലെ ചാപ്റ്ററിൽ, അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് സമരവും സ്വാതന്ത്ര്യവും. ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഒന്നാണ് ചമ്പാരനിലെ നീലം കർഷക സമരം, അല്ലെങ്കിൽ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയും. ബീഹാറാണ് ഈ പറയുന്ന ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. 1917 ഈ ചമ്പാരൻ നീല കർഷക സമരം നടക്കുന്നത്. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെ ബീഹാറിലെ കർഷകരിലെ ഈ പറയുന്ന നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. ഇത് കൃത്യമായിട്ട് SCRTയിൽ പറയുന്ന ഒരു പോയിന്റാണ്. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരെന്ന് വെച്ചാൽ രാജ്കുമാർ ശുക്ലയാണ്. തുടർന്ന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലക്നൗ INC സമ്മേളനത്തിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ ബ്രിജ് കിഷോർ ശർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചമ്പാരൻ നീല കർഷക സമരം നടന്ന വർഷം ചോദിച്ചാൽ 1917. ചമ്പാരൻ എവിടെയാണെന്ന് PSC ചോദിച്ചതാണ്, ബീഹാറിലാണ്. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ലക്നൗ INC സമ്മേളനത്തിൽ നീലം കർഷകരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണെന്ന് SCRTയിൽ പറയുന്നുണ്ട്, ബ്രിജ് കിഷോർ ശർമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം എന്ന് എടുത്ത് SCRTയിൽ പറയുന്നതും ചമ്പാരൻ സമരമാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. തുടർന്ന് 1918 എന്ന് പറയുന്ന വർഷത്തിലാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധി ആദ്യമായിട്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലൂടെയാണ്. 1918 ഗുജറാത്തിലാണ് അഹമ്മദാബാദ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം 1918. എവിടെയാണ് അഹമ്മദാബാദ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരത്തിന് പ്രധാന കാരണം ചോദിച്ചാൽ പ്ലേഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമാണ്. അതായത് 1917 അഹമ്മദാബാദിൽ വ്യാപിച്ച പ്ലാഗിനെ തുടർന്ന് തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% ബോണസായി നൽകിയിരുന്നു. അത് പിന്നീട് നൽകാതെ വരുമ്പോൾ ഉള്ളതാണ് ഈ പ്രക്ഷോഭമൊക്കെ. അപ്പോൾ ഇവിടെ എന്താണ്, പ്ലാഗ് ബോണസിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ പറയുന്ന അഹമ്മദാബാദ് തുണിമിൽ സമരവുമായി ബന്ധപ്പെടുന്നത്, ഗാന്ധിജിയുമായി ബന്ധപ്പെടുന്നു. 1918 എത്ര ശതമാനത്തിന് ശമ്പള വർധനമാണ്? 80%. അതൊന്ന് നോട്ട് ചെയ്യുക, കാരണം SCRT പോയിന്റ് ആണ്. ഇങ്ങനെ തന്നെ എടുത്തുവാണെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് 1918 ഗുജറാത്തിലെ ഗേദയിൽ വെച്ച് നടന്ന ഗേദ സത്യാഗ്രഹം, അല്ലെങ്കിൽ ഗേദ കർഷക സമരം, വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് ഗേദ സമരം എന്ന് പറയുന്നത്. ഗേദ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന SCRTയിൽ പറയുന്ന പോയിന്റാണ് ഗുജറാത്ത് സഭ. അതിന്റെ പ്രസിഡന്റ് ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയോടൊപ്പം ഗേദ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ SCRTയിൽ പറയുന്നതാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഗേദ സത്യാഗ്രഹം നടന്ന വർഷം ചോദിച്ചാൽ 1918. ഗേദ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തില്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നുണ്ടായ സമരം ഏതെന്ന് ചോദിച്ചാൽ ഗേദ സത്യാഗ്രഹം. ഗേദ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ചോദിച്ചാൽ ഗുജറാത്ത് സഭ. ഗുജറാത്ത് സഭയുടെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജി. ഗാന്ധിജിയോടൊപ്പം ഗേദ സമരത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിയുമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് എന്ന് കൃത്യമായിട്ട് SCRTയിൽ പറയുന്നുണ്ട്. അത് ഗുജറാത്തി വ്യാപാരിയായ ദാദാ അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കിവിട്ട ഈ ട്രെയിൻ യാത്രയാണ് ഡർബൻ ടു പ്രിട്ടോറിയ. ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ആ ഒരു ട്രെയിൻ യാത്രയുടെ ഇടയിലാണ് ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ 21 വർഷമാണ് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന 1919 റൗലറ്റ് നിയമമാണ്.
ഓൾറെഡി നമ്മുടെ ചോദ്യത്തിൽ കണ്ടതാണ്. ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമമാണ് റൗലറ്റ് നിയമം. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റൗലറ്റ് നിയമമാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, തൊട്ടു മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു പോയിന്റ് പറഞ്ഞു. ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ കാരണമായ സംഭവം ചോദിച്ചാൽ അത് ചമ്പാരൻ സമരമാണ്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ദേശീയത്തിലേക്ക് വരികയാണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം അത് റൗലറ്റ് നിയമമാണ്. കരി നിയമം എന്നറിയപ്പെടുന്നു ഈ പറയുന്ന റൗലറ്റ് നിയമം. ഗാന്ധിജിയാണ് അങ്ങനെ വിളിക്കുന്നത് കരി നിയമമെന്ന്. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് 1919 പാസ്സാക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PS റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു വർഷമാണ്. നമുക്കറിയാം, നമ്മൾ ഈ ചോദ്യം തന്നെ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യത്തിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ പോലും ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പാഠം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്ന റൗലറ്റ് നിയമം പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ സർ സിഡ്നി റൗലറ്റ് ആണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലുമാണ്. ഈ രണ്ട് പേരുകളും SCERT ബേസ് ആണ്. ഒന്നും പുറത്തുനിന്ന് ആഡ് ചെയ്തിട്ടില്ല. SCERT പറയുന്ന പോയിന്റ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് പഠിച്ചു വെക്കുക. സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലും. സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലും എന്നാണ് റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് എവിടെ നേതൃത്വം നൽകി? പഞ്ചാബിൽ നേതൃത്വം നൽകുന്നു. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് റൗലറ്റ് നിയമം. ഏതൊരാളിനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമമാണ് റൗലറ്റ് നിയമം. 1919. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം ചോദിച്ച റൗലറ്റ് നിയമം. കരി നിയമം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന റൗലറ്റ് നിയമമാണ്. അതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ടു റൗലറ്റ് നിയമം പാസ്സാക്കാൻ നിർദ്ദേശം നൽകിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ സർ സിഡ്നി റൗലറ്റ് ആണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ച രണ്ട് പേരുകൾ സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലും. ഇനി വളരെ പ്രധാനപ്പെട്ട PS പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാനുള്ള ഒന്നാണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ചോദിച്ചാൽ അത് റൗലറ്റ് ആക്ട് ആണ്. 1919 റൗലറ്റ് ആക്ട്. അതിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തെ തുടർന്നാണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. 1919 ഏപ്രിൽ 13 എത്രയോ തവണ PSC ചോദിച്ച ഒരു തീയതി. ഈ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന തീയതിയാണ് 1919 ഏപ്രിൽ 13. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടക്കുന്നത് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻവാലാ ബാഗ് എന്ന സ്ഥലത്താണ്. ജാലിയൻവാലാ ബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്കു നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ചോദിച്ചാൽ അത് ജനറൽ ഡയർ ആണ്. എന്നാൽ ആ സമയത്ത് ഇതിനൊക്കെ നിർദ്ദേശിക്കുന്ന ഗവർണർ അതാരെന്ന് ചോദിച്ചാൽ മൈക്കിൾ ഒ ഡയർ ആണ്. നമ്മൾ മൈക്കിലൂടെ പറഞ്ഞു. പക്ഷേ ഇവിടെ പട്ടാള മേധാവി, ഇതിന് നേതൃത്വം കൊടുക്കുന്ന പട്ടാള മേധാവി ആയിരുന്നു ചോദിച്ചാൽ അത് ജനറൽ ഡയർ ആണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു പ്രസ്താവനയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻവാലാ ബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജാലിയൻവാലാ ബാഗ് സംഭവവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ചോദിച്ച റൗലറ്റ് നിയമം. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ചോദിച്ചാൽ 1919 ഏപ്രിൽ 13. ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ചോദിച്ചാൽ പഞ്ചാബിലെ അമൃത്സർ. ജാലിയൻവാലാ ബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്കു നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയായിരുന്നു ചോദിച്ചാൽ ജനറൽ ഡയർ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻവാലാ ബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. ഇനി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നമ്മൾ തൊട്ടു മുമ്പ് ഒരു കാര്യം പരിചയപ്പെട്ടു. അതായത് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇത് ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനമായിരിക്കും ഉത്തരമായിട്ട് വരിക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം എന്ന് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഇത് റൗലറ്റ് നിയമം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ല ഒരു ഉത്തരം. അതില്ലെങ്കിൽ എന്ത് വരണം? നിസ്സഹകരണ പ്രസ്ഥാനം വരണം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ ഇതേതാണ്? നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് INCയിൽ ഒരു പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തുകയാണ്. അതാണ് ഇത് 1920 കാലഘട്ടത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പോൾ അവിടെ പോയിന്റ് എന്താണ്? INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തൊട്ടു മുമ്പ് അതില്ല. ഇവിടെ എന്താണ്? INC എന്ന ആ ഒരു പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ റൗലറ്റ് നിയമം കൊടുക്കാതെ ഓപ്ഷനിൽ നിസ്സഹകരണ പ്രസ്ഥാനം മാത്രം ഉണ്ടാവും. ഇത് രണ്ടും വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അതായത് INCയോടെ ഒപ്പമല്ല, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചില്ലേ? അതെന്താണ് പഠിച്ചത്? നമ്മുടെ ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായ സംഭവം, അത് റൗലറ്റ് നിയമമാണ്. ചിലപ്പോൾ അതില്ലാതെ ഓപ്ഷനിൽ ഏത് തരാം? നിസ്സഹകരണ പ്രസ്ഥാനവും തരാം. അപ്പോൾ അതായിരിക്കും ഉത്തരമായിട്ട് വരേണ്ടതെന്ന കാര്യം ഓർക്കുക. പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട എന്താണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INCയുടെ ഒപ്പം നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ അതേതാണ്? ഈ നിസ്സഹകരണ പ്രസ്ഥാനമാണ്.
ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി എന്താണ് ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണ്. അപ്പം ബഹിഷ്കരിക്കണം, അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും, അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടേതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദേശീയ പ്രക്ഷോഭമാണ്. അതേപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഫലമായി സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. അപ്പോൾ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ എന്താണ് ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ജാമിയ മിലിയ, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമ്യ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു ദേശീയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിക്കും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ ബ്രിട്ടൻ ശ്രമിച്ചതിന്റെ ഫലമായി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ഓർത്തിരിക്കണം മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. അലി സഹോദരന്മാരെന്ന് പറയും. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. പരീക്ഷ ചോദിക്കാറുണ്ട് അലി സഹോദരന്മാർ ആരെല്ലാമാണ്. മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി, ഈ പേരുകൾ ഓർക്കണം. ഇവരാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച തന്റെ ആശയങ്ങളൊക്കെ എന്ത് ചെയ്യാണ് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. ഇനി അടുത്തത് ചൗര ചൗര സംഭവമാണ്. PS റിപ്പീറ്റായി ചോദിച്ച മറ്റൊരു തീയതി 1922 ഫെബ്രുവരി 5. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പോലീസ് വെടിവെപ്പിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ട് 22 പോലീസുകാർ മരിക്കാനിടയായ സംഭവം. SCRT പോയിന്റാണ്. അപ്പോൾ വർഷം മരിക്കാനിടയായ പോലീസുകാരുടെ എണ്ണമൊക്കെ തുല്യമാണ് ഏകദേശം. 1922 ഫെബ്രുവരി 5. അപ്പോൾ ചൗരി ചൗര ഫെബ്രുവരി 5. അതേപോലെ തന്നെ 22 പോലീസുകാർ മരിക്കുന്നു. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് എന്ത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ തീരുമാനിക്കുന്നത്. നമുക്കറിയാം ഗാന്ധിജി ഫോളോ ചെയ്യുന്ന ആശയം എന്ന് പറയുന്ന അഹിംസയാണ്. പക്ഷെ ഇവിടെ അതിന് നേർവിപരീതമായിട്ടുള്ള ഒരു സംഭവം സംഭവിക്കുന്നു. അങ്ങനെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം എന്ത് ചെയ്യാണ് നിർത്തി വെക്കുകയാണ്. ലാഹോർ സമ്മേളനം 1929 നടക്കുന്നത്. ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. INCയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു INC സമ്മേളനമാണ് 1929 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ലാഹോർ സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, അതായത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് INC സമ്മേളനം 1929. ലാഹോർ INC അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത് 1929 ലാഹോർ INC ആണ്. ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷൻ. എത്രയോ തവണ റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതേ സെന്റൻസുകൾ എടുത്തുകൊണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം. അപ്പോൾ 1930 ദണ്ഡി യാത്രയോടനുബന്ധിച്ച് അതാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് 1929 ലാഹോർ INC സമ്മേളനത്തിലാണ്. രവി നദിക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്ത വർഷം 1929 ഡിസംബർ 3 അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് എടുത്ത് തീയതി SCRTയിൽ പറയുന്നതുകൊണ്ട് തന്നെ 1929 നമുക്കറിയാൻ പറ്റും. പക്ഷേ ഡിസംബർ 3 എന്ന് ചിലപ്പോൾ സംശയം വരാം. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. രവി നദിക്കരയിൽ INC ഈ പറയുന്ന ലാഹോർ സമ്മേളനത്തെ തുടർന്ന് രവി നദിക്കരയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക അനാവരണം ചെയ്ത വർഷം 1929 ഡിസംബർ 3 സിവിൽ നിയമലംഘനം. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ സിവിൽ നിയമങ്ങളെ ലംഘിക്കാൻ തീരുമാനിച്ച സമരം. നിയമലംഘന സമരത്തിൽ ഗാന്ധിജി സമരായുധമായി തെരഞ്ഞെടുത്തത് ഉപ്പാണെന്ന കാര്യം ഓർക്കുക. അതാണ് നമ്മൾ ദണ്ഡി യാത്ര, ഉപ്പ് സത്യാഗ്രഹം. ഇവിടെ എന്താണ് ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധ സിവിൽ നിയമങ്ങളെ ലംഘിക്കാൻ തീരുമാനിച്ച സമരമാണ് സിവിൽ നിയമലംഘനം, നിയമം ലംഘിക്കുക. ഇതിനടുത്ത് എന്താണ് നിയമലംഘന സമരത്തിൽ ഗാന്ധിജി എന്താണ് സമരായുധമായിട്ട് ഉപയോഗിച്ചത്? ഉപ്പാണ്, ഉപ്പ്. ഗുജറാത്തിലെ ദരാസനിയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സരോജിനി നായിഡുവാണ്. ആരാണ്? ഗുജറാത്തിലെ ദരാസനിയിൽ, ഇതൊക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ട്, സരോജിനി നായിഡുവാണ്. കേരളത്തിൽ പയ്യന്നൂർ കേന്ദ്രീകരിച്ചും തമിഴ്നാട്ടിൽ വേദാരണ്യം കേന്ദ്രീകരിച്ചും മഹാരാഷ്ട്രയിൽ ബോംബെ കേന്ദ്രീകരിച്ചും ബംഗാളിൽ നവകാലി കേന്ദ്രീകരിച്ചും വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ വന്നാണ് ഈ പറയുന്ന നിയമലംഘന സമരത്തിന്റെ കേന്ദ്രങ്ങളായിട്ടുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിൽ പയ്യന്നൂര്, തമിഴ്നാട്ടിൽ വേദാരണ്യം,
മഹാരാഷ്ട്ര ബോംബെ, ബംഗാളിൽ നവഗാലി, അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ എന്താണ് ഈ പറയുന്ന നിയമലംഘന സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ടുണ്ട്. അതിൽ ഗുജറാത്തിലെ ധരാസനി ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണെന്ന കാര്യം ഓർത്തിരിക്കുക. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കൊടുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും എന്ന് അഭിപ്രായപ്പെട്ടതുമാരാണ് ഗാന്ധിജിയാണ്. അപ്പോൾ ഇതിനു മുന്നോടിയായിട്ട് ഗാന്ധിജി പറയുകയാണ് 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വട്ടമേശ സമ്മേളനങ്ങൾ, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത സമ്മേളനങ്ങളാണ് വട്ടമേശ സമ്മേളനങ്ങൾ. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷം 1930, 31, 32 അങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങൾ. വട്ടമേശ സമ്മേളനങ്ങൾക്ക് വേദിയായത് എവിടെയാണ്? നമ്മുടെ ഇംഗ്ലണ്ടിലെ ജെയിംസ് പാലസ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, SCRT പോയിന്റ് ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടിയെ തുടർന്ന് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ 30, 31, 32 അതിൽ ഗാന്ധി പങ്കെടുക്കുന്നത് രണ്ടാമത്തേതിലാണ്. ജെയിംസ് പാലസ്, ലണ്ടനൊക്കെ ഓർത്തിരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ഈ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരം. അതേപോലെ തന്നെ ഒന്നാമത്തെ പിന്നെ നമ്മൾ പഠിച്ചു നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഇനി ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്ത വർഷം 1942 ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942 ഓഗസ്റ്റ് 9-ന് തുടങ്ങി. അതുകൊണ്ട് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്യുന്നു 1942 ഓഗസ്റ്റ് 8-ന്. പിന്നെ അത് തുടക്കം കുറിക്കുന്നു ഓഗസ്റ്റ് 9-ന്. പിന്നെ ആ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് 9. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചുമന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസം അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒരു പോയിന്റ് ഓർത്തിരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നെങ്കിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടർന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറയുന്ന ആരാണ്? ഗാന്ധിജി. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. SCRT പറഞ്ഞ അതേപോലെ തന്നെ കോപ്പി അടിച്ച് ഇവിടെ തന്നതാണ്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കരണം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നെങ്കിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ നാം ആ ഒരു ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുന്നോടിയായിട്ട് മഹാത്മാ ഗാന്ധിയാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായ, ഇത് തൊട്ടു മുമ്പ് നമ്മൾ നിസ്സഹകരണ സമരം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. അതിൻ്റെ ഇടയിൽ കടന്നു വന്നേ ഉള്ളൂ. ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5. അതേ തുടർന്നാണല്ലോ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കുന്നത്. ആ നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ, കാരണം ഇന്ത്യ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സംഭവത്തെ തുടർന്ന് രാജ്യമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ്. അതിനെ സുഭാഷ് ചന്ദ്രബോസ് കണ്ടത് ഇങ്ങനെയാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകൾ: പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല. ഈ ഒരു പോയിന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ദേശീയ ദുരന്തം. ഇതിനായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതായത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അത് SCRT കൊടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണ്: പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല എന്ന് ആര് പറഞ്ഞു? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. ഇത് അവിടെ പറയേണ്ട കാര്യമായിരുന്നു, അതിൻ്റെ ഇടയിൽ കടന്നു വന്നു. അതെവിടെ ഓർക്കണം? 1922 ചൗരി ചൗര സംഭവം. അതേ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു. അപ്പോൾ പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുവാ? ക്വിറ്റ് ഇന്ത്യ സമരം. 1972 ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. 1972 എന്നാണ് പറഞ്ഞു പോയത്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം എന്ന പോയിന്റ് ഓർത്തിരിക്കുക. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്ത വർഷം ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് 8. പക്ഷേ ഇത് തുടക്കം കുറിക്കുന്നു 1942 ഓഗസ്റ്റ് 9. ആ ഓഗസ്റ്റ് 9 എന്ത്? ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ ഗാന്ധിജി പറഞ്ഞ ഒരു വാക്ക് നമ്മൾ പറഞ്ഞു, ഡു ഓർ ഡൈ. എന്താണ് ഗാന്ധിജി പറഞ്ഞത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി സ്വരാജ് പാർട്ടിയാണ്.
അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്വരാജ് പാർട്ടി. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923 റിപ്പീറ്റായി ചോദിക്കും. ആരൊക്കെയാണ് ഇത് രൂപീകരിച്ചത്? CR ദാസ്, മോത്തിലാൽ നെഹ്റു, നെഹ്റുവിൻ്റെ അച്ഛൻ. അപ്പോൾ അവിടെ CR ദാസ് പ്രസിഡന്റാണ്, മോത്തിലാൽ നെഹ്റു എന്താണ്? സെക്രട്ടറിയാണ്. അപ്പം നമ്മൾ CR എന്ന് പറയുമ്പോൾ 6 വെച്ച് രാഷ്ട്രപതി എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ രാഷ്ട്രപതിയാണല്ലോ പ്രസിഡന്റ്. അപ്പോൾ CR ദാസ് ആണ് പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ നെഹ്റു എന്താണ്? മോത്തിലാൽ നെഹ്റു എന്താണ്? സെക്രട്ടറിയാണ്. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കണമെന്ന് അഭിപ്രായപ്പെട്ട CR ദാസും മോത്തിലാൽ നെഹ്റു. അപ്പോൾ ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ബഹിഷ്കരണമാണ്. പക്ഷേ അതിന് എതിരായിട്ടാണ് ഏത് വരുന്നത്? സ്വരാജ് പാർട്ടി വരുന്നത്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923 ആരൊക്കെ ചേർന്ന്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് അവരെന്താണ് പറഞ്ഞത്? നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദിയാക്കണമെന്നാണ് പറഞ്ഞത്. ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഇതൊക്കെ ഈ 2024 ഈ 2-3 ദിവസം മുമ്പ് നടന്ന പരീക്ഷയിലൊക്കെ ചോദ്യം വന്നൊരു മേഖലയാണ്. നിങ്ങൾക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക് അസോസിയേഷനെ കുറിച്ചാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടന. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടന. ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷം ഇവിടെ പറയുന്ന SCRTയിൽ പറയുന്ന 1928. ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നേതൃത്വം നൽകിയവർ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. നിങ്ങൾക്ക് അറിയാവുന്ന പേര്, അതിൽ അറിയാവുന്ന മറ്റൊരു പേരും കൂടെ കൂട്ടിച്ചേർക്കുക, ചന്ദ്രശേഖർ ആസാദ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ്. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ പോലീസുകാരൻ സാൻഡേഴ്സ് ആണ്. സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്ന വിപ്ലവകാരികളാണ് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടന. ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷം SCRTയിൽ പറയുന്ന 1928. ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നേതൃത്വം നൽകിയവർ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ്. ഇനി ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ പോലീസുകാരനാണ് സാൻഡേഴ്സ്. സാൻഡേഴ്സിനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് വന്ന വിപ്ലവകാരികളാരെന്ന് ചോദിച്ചാൽ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ആണ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ വിപ്ലവകാരികൾ ഭഗത് സിംഗും ബതുകേഷ ദത്തുമാണ്. നമ്മൾ പറയും ഭഗത് സിംഗ് ബന്ധുവിനെ കൊണ്ടുപോയിട്ട് ബോംബെറിഞ്ഞു എന്ന് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞ വിപ്ലവകാരികളാണ് ഭഗത് സിംഗും ബതുകേഷ ദത്തും. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരൊക്കെ തൂക്കിലേറ്റിയ ആ ഒരു തീയതി PSC റിപ്പീറ്റായി ചോദിക്കും. 1931 മാർച്ച് 23, 1931 മാർച്ച് 23, 1931 മാർച്ച് 23, 1931 മാർച്ച് 23. ഇനി വിപ്ലവ പ്രസ്ഥാനങ്ങളും സ്ഥാപകരുമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഭിനവ ഭാരത് സൊസൈറ്റി VD സവർക്കറുമായി ബന്ധപ്പെട്ടതാണ്. അഭിനവ ഭാരത് സൊസൈറ്റി VD സവർക്കറുമായി ബന്ധപ്പെട്ടതാണ്. അഭിനവ ഭാരത് സൊസൈറ്റി VD സവർക്കറുമായി ബന്ധപ്പെട്ടതാണ്. അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസ്, അതേതാണ് അനുശീലൻ സമിതി. അപ്പൊ അഭിനവ ഭാരത് സൊസൈറ്റി VD സവർക്കർ, അഭിനവ ഭാരത് സൊസൈറ്റി VD സവർക്കർ. അനുശീലൻ സമിതിയാണ് ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. പുലിൻ ബിഹാരി ദാസും ബരീന്ദ്രകുമാർ ഘോഷും. ഇനി ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഈ അടുത്ത് നടന്ന പരീക്ഷയെ ചോദിച്ചതാ, സൂര്യാസൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ. അപ്പോൾ ഇവിടെ എന്താണ്? വിപ്ലവ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും. ഇത് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളത്തിൽ കൊടുത്താണ്. അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ, അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്, ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ.
റഷ്യൻ വിപ്ലവത്തിന് ഇന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1930. പ്രീവിയസ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്, ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട്? റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ കാരണമായ വർഷം, ആ ഒരു വർഷം ചോദിച്ചാൽ 1930. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവരാണ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി. ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവരാണ് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വ്യക്തിയായിരുന്നു വെച്ചാൽ ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായണാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം. ഇവിടെ ജയപ്രകാശ് നാരായണാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് ജയപ്രകാശ് നാരായണാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷമാണ് നമ്മൾ ഇനി ഇവിടെ പരിചയപ്പെടുന്നത്. അത് 1934. 1934 എന്ന് ഓർത്തിരിക്കുക. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1934. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വളരെ സജീവമായിരുന്ന സംഘടനയാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്ന് സമരത്തിന് പിന്തുണ നൽകിയ ആരാണ്? ജയപ്രകാശ് നാരായണനും അരുണ ആസഫ് അലിയുമാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക. ഇനി മറ്റൊന്ന്, കോൺഗ്രസ് വിട്ട ശേഷം സുഭാഷ് ചന്ദ്രബോസ് എന്ത് രൂപീകരിച്ചു? ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഗാന്ധിയൻ സമര രീതിയോട് പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച നേതാവാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. രാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ആരെ ഏറ്റെടുക്കുന്നു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി, രാഷ് ബിഹാരി ബോസ്, അവിടെ നിന്ന് ആ നേതൃത്വം ആരെ ഏറ്റെടുക്കുന്നു? സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുന്നു. ഓർത്തിരിക്കുക. ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ഭാരതത്തിനായിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു സിംഗപ്പൂരിൽ. ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ഭാരതത്തിനായിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു. എവിടെ? സിംഗപ്പൂർ. ഇനി അടുത്ത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം അറിയപ്പെട്ടിരുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഝാൻസി റാണി റെജിമെന്റ്. അതിൽ അംഗമായിരുന്ന ഒരു മലയാളി അടുത്ത് നടന്ന പരീക്ഷയിൽ വന്നു, ക്യാപ്റ്റൻ ലക്ഷ്മി. ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് വളരെ പ്രാധാന്യമുണ്ട്. INA-യുടെ വനിതാ വിഭാഗം മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന കാര്യം ഓർത്തിരിക്കുക. ആ വനിതാ വിഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ജപ്പാന്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ചോദിച്ചാൽ അതേതാണ്? ഇംഫാൽ ആണെന്ന് കാര്യം ഓർക്കാം. ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യൻ നാഷണൽ ആർമി ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? ഇംഫാലിലാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായി. അപ്പോൾ ഇന്ത്യയിൽ ഏത് വിപ്ലവമാണ് സ്വാധീനിച്ചത്? ഈ പറയുന്ന തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം എന്താണ്? ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും മദ്രാസ് ലേബർ യൂണിയനും. 1920 അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC സ്ഥാപിക്കുന്നു. ആരാണ്? MN റോയും NM ജോഷിയും ലാല ലജ്പത് റായും ചേർന്നിട്ട്. NM ജോഷിയും ലാല ലജ്പത് റായും ചേർന്നിട്ട്. അപ്പോൾ 1920 ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിക്കുന്ന നേതൃത്വം നൽകുന്ന രണ്ട് പേരുകൾ, ഒന്ന് NM ജോഷി, മറ്റൊരു പേര് ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ്, മറ്റൊരു പേര് NM ജോഷി. NM ജോഷി. ഇനി NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ സമഫലമായി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിച്ച സ്ഥലം ചോദിച്ചാൽ ലാഹോറാണ്. ഇതൊക്കെ CRT പോയിന്റ് ആണ്. ഇതൊക്കെ വേണമെങ്കിൽ എടുത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ ചോദിക്കാം. ഇവിടെ എന്താണ് പറഞ്ഞത്? ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ, ഇങ്ങനെ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കാൻ കാരണമാവുന്നത് ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനമാണ് റഷ്യൻ വിപ്ലവത്തെ തുടർന്ന്. അതിൽ ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും മദ്രാസ് ലേബർ യൂണിയനും. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. 1920 എന്താണ്? അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വരുന്നു. അത് സ്ഥാപിക്കുന്ന ലാല ലജ്പത് റായും NM ജോഷിയുമാണ്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എവിടെ സ്ഥാപിക്കുന്നു? ലാഹോറിൽ സ്ഥാപിക്കുന്നു എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് അറിയപ്പെട്ടു. ഇനി വാഞ്ചി അയ്യറിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫിൽ കൊടുക്കുന്നുണ്ട്. വാഞ്ചി അയ്യർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി. 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ചു കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് അത് റോബർട്ട് വില്യം ഡസ്കോർട്ട് ആഷെ. അപ്പോൾ ഈ പേര് ഓർക്കുക. റോബർട്ട് വില്യം ഡസ്കോർട്ട് ആഷെ എന്ന് പറയുന്ന ആ ഒരു ജില്ലാ കളക്ടറെ, തിരുനെൽവേലി ജില്ലാ കളക്ടറെ വാഞ്ചി അയ്യർ എന്നാണ് ഈ തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു 1911 ജൂലൈ 17. അപ്പോൾ വാഞ്ചി അയ്യറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ വാഞ്ചി അയ്യർ എന്നാണ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ
നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നുയർത്തി എന്ന് അഭിപ്രായപ്പെട്ടത് മാഡം കാമയാണ്. മാഡം പികാജി കാമ അവരുടെ വന്ദേമാതരം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലൂടെയാണ് ഈ പറയുന്ന വാക്ക് അവർ പറയുന്നത്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്ന് ഉണർത്തി എന്ന് അഭിപ്രായപ്പെട്ടത് മാഡം കാമയാണ്. അത് വന്ദേമാതരം എന്ന പ്രസിദ്ധീകരണത്തിലാണ്. SCRT പോയിന്റാണ്. കർഷകരുടെ ആവശ്യങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനം ബോംബെയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിലാണ് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ എന്ന കാര്യം ഓർക്കുക. കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയ സമ്മേളനം അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനം ബോംബെയിൽ വെച്ച് നടക്കുന്നു. ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും നടന്ന സ്ഥലങ്ങളുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേബാഗ എന്ന് പറയുമ്പോൾ ബാഗ ബംഗാൾ, അതുപോലെ തന്നെ തെലങ്കാന, പിന്നെ നമുക്കറിയാം ആന്ധ്രാപ്രദേശ്. നാവികലാം ബോംബെയിലാണ് 1946. അപ്പോൾ തേബാഗ, ബാഗ, ബംഗാൾ, അതുപോലെ തന്നെ തെലങ്കാന സമരം അത് നമ്മുടെ ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ നാവികലാപം 1946 അത് നമ്മുടെ ബോംബെയിലാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങൾ അതിൽപ്പെടുന്നതാണ് തേബാഗ, ബംഗാളിലാണ് നടക്കുന്നത്. പിന്നെ തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവികലാപം ബോംബെ 1946. ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ലേബർ പാർട്ടി പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച സംഘടന സർവേന്ത്യ ലീഗാണ്. അതുപോലെ തന്നെ സർവേന്ത്യ ലീഗ് രൂപീകരിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ മുഹമ്മദ് അലി ജിന്നയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ക്ലെമന്റ് അറ്റ്ലി ആ ഒരു സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയിൽ നിയമിച്ച ഒരു വൈസ്രോയി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. അതുപോലെ തന്നെ ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനായിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് പറയുന്നത്. കോൺഗ്രസും സർവേന്ത്യ ലീഗും മൗണ്ട് ബാറ്റൻ പദ്ധതി എന്താണ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1947 ജൂലൈ മാസത്തിൽ പാസ്സാക്കി. 1947 ജൂലൈ മാസത്തിൽ പാസ്സാക്കി. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സ്വാതന്ത്ര്യം കിട്ടി. തൊട്ട് മുമ്പത്തെ മാസം നമ്മളെന്താണ് പാസ്സാക്കി. ഇന്ത്യൻ, പാകിസ്ഥാൻ എന്നീ 2 സ്വാതന്ത്ര്യ രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ ജവഹർലാൽ നെഹ്റു വരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു 1947 ഓഗസ്റ്റ് 15. ഇനി ഒരു ചെറിയ പാരഗ്രാഫിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ കുറിച്ച് പറയുന്നുണ്ട്. ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവ്, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി. അതിർത്തി ഗാന്ധി എന്ന് PSC ഒക്കെ ചോദിക്കുന്നതാണ്. അതിർത്തി ഗാന്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വടക്കുകിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ഒക്കെ ശക്തമായി എതിർത്ത നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന കാര്യം ഓർത്തിരിക്കണം. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശി ആരെന്ന് ചോദിച്ചാൽ 1987 ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ചെറിയ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോയാണ്. ഗാന്ധി എന്ന സിനിമയുണ്ടല്ലോ, അതിന്റെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോയാണ്. ഗാന്ധി ചിത്രത്തിന് ലഭിച്ച ഓസ്കാറുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8 ഓസ്കാറാണ്. എത്ര ഓസ്കാറാണ്? 8 ഓസ്കാറാണ് ലഭിച്ചിരിക്കുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഗാന്ധി എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആ ഒരു ഗാന്ധിയൻ കാലഘട്ടമുണ്ട്. ആ ഒരു കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ഒരു സിനിമ എന്ന കാര്യം ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഇത് മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന് പറയുന്നത്. അതിന്റെ സംവിധായകൻ ഷാം ബെനഗലാണ്. അത് ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ ജീവിതാനുഭവത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് മേക്കിംഗ് ഓഫ് മഹാത്മ. അത് ആരാണ്? നമ്മുടെ സംവിധായകൻ ഷാം ബെനഗലാണ്. എന്നാൽ ഗാന്ധി എന്ന് പറയുന്ന സിനിമ എന്താണ്? ഇന്ത്യയിലെ ഗാന്ധിയുടെ സമര കാലഘട്ടമുണ്ട്, അതാണ് അവിടെ പറയുന്നത്. അതിന് 8 ഓസ്കാറൊക്കെ ലഭിച്ചിട്ടുണ്ട്. റിച്ചാർഡ് ആറ്റൻബറോയാണ് അത് സംവിധാനം ചെയ്തത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ആ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ പോയിന്റുകളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റുകളും ഒന്നും വിട്ടിട്ടില്ല. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിവിടെ കുറച്ച് അനുബന്ധ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. റൗലറ്റ് ആക്ട് 1915, ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിനോടൊബി 1931. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. അതിൽ റൗലറ്റ് ആക്ട് ഓൾറെഡി പറഞ്ഞു 1919. റൗലറ്റ് നിയമം ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ തലവനാണ് ജസ്റ്റിസ് റൗലറ്റ്. 1918 ആ ഒരു കമ്മീഷൻ വരുന്നത്. ബംഗാളിലെയും പഞ്ചാബിലെയും രാഷ്ട്രീയ വിപ്ലവ പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അന്വേഷണ കമ്മീഷൻ. ഇനി എന്താണ് പറഞ്ഞത്? ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റൗലറ്റ് നിയമം വരുന്നത്.
റൗലറ്റ് ആക്ടിന്റെ ഔദ്യോഗിക നാമം ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ്. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാൽ എന്താണ്? റൗലറ്റ് ആക്ട് 1919. അത് 1919 ഫെബ്രുവരിയിലാണ് പാസ്സാക്കുന്നത്. റൗലറ്റ് ആക്ട് 1919 മാർച്ച് 10 നിലവിൽ വന്നു. 1919 എന്ന് പറയുന്ന വർഷം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ചോദിച്ചിട്ടുള്ളത്. റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകത എന്തെല്ലാമാണ്? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലടക്കാം. SCRT നമ്മൾ പഠിച്ചു. ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം കൊടുത്തു. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിലടക്കാം. അത് SCRT പറഞ്ഞതാണ്. ഇനി എന്താണ്? ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് എന്താണ്? അധികാരം ലഭിച്ചു റൗലറ്റ് നിയമത്തിലൂടെ. റൗലറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് നിയമമാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഏപ്രിൽ 13. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് ദണ്ഡി മാർച്ചിനെ കുറിച്ചാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര, അതിനാണ് നമ്മൾ ദണ്ഡി യാത്ര എന്ന് പറയുക. അതായത് 78 അനുയായികളോടൊപ്പം, ഗാന്ധി ഉൾപ്പെടെ 79 പേര് അനുയായികളോടൊപ്പം എന്താണ്? ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 385 കിലോമീറ്റർ, ഈ സബർമതി ടു ദണ്ഡി കടപ്പുറം 385 കിലോമീറ്റർ അല്ലെങ്കിൽ 240 മൈൽ എന്ന് നമുക്ക് പറയാം. ദൂരെയുള്ള ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിക്കുന്നു. ആ തിരിച്ച തീയതിയാണ് 1930 മാർച്ച് 12. PS റിപ്പീറ്റായി ചോദിക്കുന്ന രീതിയാണ് 1930 മാർച്ച് 12. അങ്ങനെ ഗാന്ധിജിയും അനുയായികളും എവിടെ എത്തുകയാണ്? ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുന്നു. 1930 ഏപ്രിൽ 5. +1 SCRT ഗാന്ധിയൻ സ്റ്റഡീസിൽ 1930 ഏപ്രിൽ 6 എന്നാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ പൊതുവെ കേൾക്കുന്ന ഏപ്രിൽ 5 എന്നാണ്. എന്നിട്ട് 6-ാം തീയതി എന്താണ്? ഗാന്ധി എന്താണ്? ഉപ്പ് നിയമം ലംഘിക്കുന്നു, ഉപ്പ് കുറുക്കിക്കൊണ്ട് ഉപ്പ് നിയമം ലംഘിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ അവിടെ ഈ പറയുന്ന ഏപ്രിൽ 5 ഇല്ല. ഓപ്ഷനിൽ ഏപ്രിൽ 6 ഉള്ളെങ്കിൽ അത് ചൂസ് ചെയ്യുക. ഇനി രണ്ടും വന്നിട്ടുണ്ട്, ഏത് ചൂസ് ചെയ്യും എന്ന് ചോദിച്ചാൽ രണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? നമുക്ക് PSC ആയിട്ട് ഈ +1 SCRT സ്റ്റഡീസിൽ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആൻസർ എന്ത് ചെയ്യും? ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒന്നായിരിക്കും വരിക. അപ്പോൾ ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയതെന്നാണ് 1930 ഏപ്രിൽ 5 SCRTയിൽ പറയുന്ന +1 നമ്മുടെ ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണ്? ഏപ്രിൽ 6 എന്നാണ്. ഏപ്രിൽ 6 എന്ത് ചെയ്യുന്നത്? ഉപ്പ് നിയമം ലംഘിക്കുന്നു എന്ന കാര്യം ഓർക്കുക, ദണ്ഡി കടപ്പുറത്ത്. ഇനി സൈമൺ കമ്മീഷനെ കുറിച്ചാണ്. 1919 ഭരണപരിഷ്കാരങ്ങൾ എല്ലാ പ്രായോഗിക അർത്ഥത്തിലും പരാജയപ്പെട്ടതിനാൽ കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യുന്നതിലേക്കായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1927 നിയമിച്ച കമ്മീഷനാണ്. 27 നിയമിക്കുകയാണ് ചെയ്യുന്നത്, സർ ജോൺ സൈമൺ കമ്മീഷൻ. ഇനി സൈമൺ കമ്മീഷൻ ഔദ്യോഗിക നാമം എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. ഓർത്തിരിക്കുക, ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നാണ്. സൈമൺ കമ്മീഷന്റെ അധ്യക്ഷനാണ് സർ ജോൺ സൈമൺ ആണ്. 7 അംഗങ്ങളായിരുന്നു സൈമൺ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ടോട്ടൽ. സൈമൺ കമ്മീഷനും കമ്മീഷൻ അംഗങ്ങളും മുംബൈയിലെത്തിയെന്നാണ് 1928 ഫെബ്രുവരി 3. നമ്മുടെ ചോദ്യത്തിൽ അതായിരുന്നു ഇന്ത്യയിലെത്തിയതപ്പോൾ 1928. എവിടെ എത്തിയത്? മുംബൈയിലെത്തി ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭുവാണ്. കാര്യം ഓർത്തിരിക്കുക. സൈമൺ കമ്മീഷൻ അംഗമായിരുന്നതും പിന്നീട് ബ്രിട്ടനിൽ പ്രധാനമന്ത്രി പദം വഹിച്ചിട്ടുള്ളതുമായിട്ട് വ്യക്തിയാണ് ക്ലെമന്റ് ആറ്റ്ലി. നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇനി സൈമൺ കമ്മീഷൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് വൈറ്റ്മൻ കമ്മീഷൻ. കാരണം അതിലെല്ലാവരും ഇംഗ്ലീഷുകാരായിരുന്നു, അതുകൊണ്ട് അതിനെ അറിയപ്പെട്ടിരുന്നത് വൈറ്റ്മൻ കമ്മീഷൻ എന്നായിരുന്നു പരിഹാസത്തോടു കൂടി അതിനെ വിളിച്ചിരുന്നത്. ഇനി ഗാന്ധി ഇർവിൻ ഉടമ്പടി നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു. നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1931 എന്താണ്? വൈസ്രോയി ഇർവിൻ പ്രഭു കോൺഗ്രസുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിലൊക്കെ ഏർപ്പെടുന്നു. അങ്ങനെ 1931 മാർച്ച് 5 ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും ഉടമ്പടിയിലൊക്കെ ഒപ്പിടുന്നു. അതാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. അങ്ങനെ ഗാന്ധി എന്ത് ചെയ്യാണ്? 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് ഡൽഹി ഉടമ്പടി എന്നാണ്. ഓർത്തിരിക്കുക, ഡൽഹി ഉടമ്പടി 1931 മാർച്ച് 5. 1931 മാർച്ച് 5. 1931 മാർച്ച് 5. 1931 മാർച്ച് 23 തീയതി നമ്മൾ പഠിച്ചു. ഇത് അതിനു മുമ്പ് 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ സഹകരണമില്ലാതെ യാതൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടും കൂടെ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി SCRTയിൽ പറഞ്ഞതാണ്. SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് നടന്ന 3ഓളം പരീക്ഷാ പേപ്പറിൽ നിന്ന് അത് മനസ്സിലാക്കിയതാണ്. നമ്മുടെ മുന്നിലേക്ക് നമ്മൾക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പരീക്ഷ എഴുതാനൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എന്താണ് പരീക്ഷയ്ക്ക് വിജയിക്കാനുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം കാണിച്ചു തരും. ആ ഒരു രീതിയിൽ കാണിച്ചു തന്ന 3 പേപ്പറുകൾ നമ്മുടെ കൈവശമുണ്ട്. ഇപ്പം 17ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2021 മുതൽ ഇങ്ങോട്ട് 2023 അവസാനം വരെ 17ഓളം 10th ലെവൽ മെയിനിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അതിൽ പറയുന്ന ടോപ്പിക്കുകൾ ഇനി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതിൽ നിന്ന് തന്നെയാണ് ഈ 2024 നടന്നിരിക്കുന്ന പരീക്ഷയിലും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വലിച്ചുവാരിയുള്ള പഠനമുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അതാണ് വേണ്ടത്. എല്ലാം പഠിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയ ഒരാളെ
നമുക്ക് വളരെ ചുരുക്കമായിരിക്കും അങ്ങനെയുള്ളവർ. ആവശ്യമുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്തിയവരെയായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ആ ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതാണ് വരിക. അതായത് ഏതെല്ലാമാണ് ആ ടോപ്പിക്ക് എന്ന് എവിടെ മനസ്സിലാക്കാൻ പറ്റും? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്ന ചാപ്റ്ററുകളുണ്ടെങ്കിൽ അത് വായിക്കുക, അതിനുശേഷം വേണമെങ്കിൽ പുറത്ത് പോയിട്ട് പഠിക്കുക. പ്രത്യേകിച്ചും ഈ സയൻസ് ഒക്കെ നമ്മൾ ഇന്നലെ നടന്ന അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയിൽ പോലും ഫുൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പത്തെ പരീക്ഷ പേപ്പർ എടുത്താലും ഫുൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് SCRT തീർക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. SCRT ചാപ്റ്ററാണ് പഠിപ്പിച്ചത്. ഇത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷയിൽ ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇത്തരത്തിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള SCRT ചാപ്റ്ററും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും ആ ടോപ്പിക്കിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ടായിരിക്കും ഇനി ക്ലാസ്സുകൾ വരിക. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ജോലി കിട്ടുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.